2024 മികച്ച സ്മാർട്ട്ഫോണുകൾ ഇവയാണ്. 2024 അവസാനിക്കുമ്പോൾ ഈ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ സാങ്കേതിക മുന്നേറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണിത്. തകർപ്പൻ കണ്ടുപിടുത്തങ്ങൾ മുതൽ പരിഷ്കൃത ഡിസൈനുകൾ വരെ 2024 സ്മാർട്ട്ഫോണുകളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമായ വർഷമാണ്. പ്രകടനം, ഫീച്ചറുകൾ, മൊത്തത്തിലുള്ള ഉപയോക്തൃ അനുഭവം എന്നിവയാൽ ഞങ്ങളെ ആകർഷിച്ച ഉപകരണങ്ങൾ ഞങ്ങൾ അനാവരണം ചെയ്യുമ്പോൾ ഞങ്ങളോടൊപ്പം ചേരുക. നമ്പർ 1. ഹാർഡ്വെയർ ഫീച്ചർ. ഗ്ലെയർ ഫ്രീ സ്ക്രീൻ ഗാലക്സി S24 Ultra. അവസാനം എന്ന് പറയാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഹാർഡ്വെയർ ഫീച്ചറിന് ഞങ്ങളുടെ ആദ്യ അവാർഡ് ഈ വർഷത്തെ ഹാർഡ്വെയർ ഫീച്ചർ അവാർഡ് സാംസങ് ഗാലക്സി S24 അൾട്രയിലെ ഗ്ലെയർ ഫ്രീ സ്ക്രീനിലേക്കാണ്. കോർണിംഗുമായി സഹകരിച്ച് സൃഷ്ടിച്ച ഈ പുതിയ ഗൊറില്ല ഗ്ലാസ് ആർമർ സ്ക്രീൻ പ്രതിഫലനങ്ങളെ ഗണ്യമായി കുറക്കുന്നു. നിങ്ങൾക്ക് ഇത് വീടിനകത്ത് കാണാൻ കഴിയും. പക്ഷേ ഇത് ഔട്ട്ഡോർ ദൃശ്യപരതയ്ക്കായുള്ള ഒരു ഗെയിം മാറ്റമാണ്. നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ ഇനി കണ്ണടക്കേണ്ടതില്ല. ഈ സവിശേഷത വളരെ ശ്രദ്ധേയമായിരുന്നു. മറ്റൊരു കമ്പനിയും വർഷം മുഴുവനും ഇതേ സാങ്കേതികവിദ്യ സ്വീകരിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ സത്യസന്ധമായി ആശ്ചര്യപ്പെട്ടു. 2025-ൽ ഇത് കൂടുതൽ ഉപകരണങ്ങളിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്പർ 2. സോഫ്റ്റ്വെയർ ഫീച്ചർ. ജെമിനി ലൈവ് ആസ് സീൻ ഫസ്റ്റ് ഓൺ പിക്സൽ 9. സോഫ്റ്റ്വെയർ ഫീച്ചർ അവാർഡ് ഏറ്റവും നൂതനവും ഉപയോഗപ്രദവുമായ പുതിയ സോഫ്റ്റ്വെയർ തന്ത്രങ്ങളെ അംഗീകരിക്കുന്നു. വിജയി. ജെമിനി ലൈവ്. എല്ലാ നല്ല സോഫ്റ്റ്വെയർ മാജിക്കും പോലെ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് ഫോണുകളിൽ ഇത് എവിടെയും പ്രത്യക്ഷപ്പെട്ടില്ല. ഈ AI പവർ വോയിസ് അസിസ്റ്റന്റ് വളരെ യഥാർത്ഥമായി തോന്നുന്നു. ഞങ്ങൾ ഒരു കമ്പ്യൂട്ടറും മനുഷ്യനും തമ്മിലുള്ള രേഖയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് വോയിസ് അസിസ്റ്റന്റ് സയൻസ് ഫിക്ഷൻ സിനിമകളുടെ കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാണ്. ഇത് യഥാർത്ഥത്തിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ഒരു അദ്ഭുതവും AI സാങ്കേതികവിദ്യയുടെ അവിശ്വസനീയമായ ഭാവിയിലേക്കുള്ള ഒരു ടീസറുമാണ്. നമ്പർ 3. ഓപ്പോ ഫൈൻഡ് X8 Pro. മൊബൈൽ ടെക് ഇന്നൊവേഷൻ സിലിക്കോൺ കാർബൺ ബാറ്ററീസ്. ഞങ്ങളുടെ മൊബൈൽ ടെക് ഇന്നൊവേഷൻ അവാർഡ് സാധ്യമായതിന്റെ അതിരുകൾ ഭേദിക്കുന്ന ഒരു മികച്ച സാങ്കേതികവിദ്യയെ ആഘോഷിക്കുന്നു. ഈ വർഷം ഞങ്ങൾ സിലിക്കൺ കാർബൺ ബാറ്ററികൾ തിരിച്ചറിയുന്നു. ബാറ്ററി വലിപ്പത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മെലിഞ്ഞ ഫോണുകൾ ഈ പുതിയ സാങ്കേതികവിദ്യ അനുവദിക്കുന്നു. ഈ പുതിയ സാങ്കേതികവിദ്യയുള്ള ഒന്നിലധികം ഫോണുകൾ ബോർഡിലുണ്ടായിരുന്നു. എന്നാൽ അവയിൽ മിക്കതും നിർഭാഗ്യവശാൽ യുഎസിൽ ലഭ്യമല്ല. അത്തരം ഉപകരണങ്ങൾ ഓപ്പോ ഫൈൻഡ് X8 Pro ആയിരുന്നു. മെലിഞ്ഞ പാക്കേജിലെത്തുന്നു. എന്നിട്ടും ഒരു വലിയ 5910 mAh ബാറ്ററി പാക്ക് ചെയ്യുന്നു. ഈ വലിയ ബാറ്ററികൾ ഉപയോഗിച്ച് നമുക്ക് ആ സ്വപ്നമായ 2 ദിവസത്തെ സ്മാർട്ട്ഫോൺ ബാറ്ററി ലൈഫിലേക്ക് ഒടുവിൽ കടന്നുകയറാനാകും. ബാറ്ററി സാങ്കേതികവിദ്യയുടെ ഒരു വലിയ കുതിച്ചുചാട്ടമാണിത്. ഗാലക്സികളും ഐഫോണുകളും പോലുള്ള മുഖ്യധാരാ ഉപകരണങ്ങൾക്ക് ഈ പുതിയ സാങ്കേതികവിദ്യ എത്രയും വേഗം ലഭിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്പർ 4. സർപ്രൈസ് ഓഫ് ദ ഇയർ. CMF ഫോൺ 1. സർപ്രൈസ് ഓഫ് ദി ഇയർ അവാർഡ് ഞങ്ങളെ പൂർണ്ണമായും തടഞ്ഞ ഫോണിന്. വിജയി. CMF ഫോൺ 1. നതിങ്ങിന്റെ ഉപബ്രാൻഡിൽ നിന്നുള്ള ഈ അപ്രതീക്ഷിത രത്നം ബജറ്റ് വിലയിൽ ആകർഷകമായ സവിശേഷതകൾ നൽകി വിപണിയെ പിടിച്ചുകുലുക്കി എല്ലാ പ്രതീക്ഷകളെയും കവിയുന്നു. സാധാരണഗതിയിൽ $250-ൽ താഴെ വിലയുള്ള ഫോണുകൾ ചില വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു. പക്ഷേ CMF ഫോൺ 1 അല്ല. ഈ ഫോണും അതിശയകരമാംവിധം രസകരമാണ്. നിങ്ങൾക്ക് ഇത് വേർപെടുത്താം. നിങ്ങൾക്ക് മൊഡ്യൂളുകൾ ചേർക്കാം. ബോക്സിൽ അതിന്റേതായ സ്ക്രൂഡ്രൈവർ പോലും വരുന്നു. നമ്പർ 5. ഡിസൈൻ ഓഫ് ദി ഇയർ. ഗൂഗിൾ പിക്സൽ 9 സീരീസ്. സൗന്ദര്യശാസ്ത്രത്തിലേക്ക് നീങ്ങുമ്പോൾ ഡിസൈൻ ഓഫ് ദി ഇയർ അവാർഡ് വളരെയധികം മെച്ചപ്പെട്ട ഒരു ഫോണിനെ അംഗീകരിക്കുന്നു. ഈ വർഷത്തെ വിജയ് പിക്സൽ 9 സീരീസാണ്. പിക്സൽ 9 ഗൂഗിളിന്റെ മുൻനിര ശ്രേണിയെ പുതിയ ഉയരത്തിലേക്ക് ഉയർത്തുന്നു. സുഗമമായ ലൈനുകൾ, ശുദ്ധീകരിക്കപ്പെട്ട ക്യാമറ ബാർ, ദൃഢമായ നിർമ്മാണം, ഈട് 2x വർധനവ് എന്നിവ അഗാധമായ മാറ്റങ്ങളാണ്. അവസാനമായി ഒരു യഥാർത്ഥ തലയെടുപ്പ് പോലെ തോന്നുന്ന ഒരു പിക്സൽ ഫോൺ ഞങ്ങളുടെ പക്കലുണ്ട്. തീർച്ചയായും ഈ പുതിയ പിക്സൽ ഡിസൈൻ കഴിഞ്ഞ കുറച്ച് ഐഫോൺ തലമുറകളിൽ നമ്മൾ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമല്ല. മാത്രമല്ല ഇത് ആപ്പിൾ ഡിസൈൻ ഭാഷയുടെ ഡെറിവേറ്റീവ് ആണെന്ന് ചിലർ വാദിച്ചേക്കാം. പിന്നിൽ വ്യതിരിക്തമായ ക്യാമറ ബാർ ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾ ആ ആശയത്തോട് യോജിക്കുന്നു. എന്നാൽ പ്രായോഗികത വിജയിക്കുകയും മറ്റു ബ്രാൻഡുകളുടെ രൂപകൽപ്പനയിലെ പ്രധാന മാറ്റങ്ങളുടെ അഭാവം കണക്കിലെടുക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഗൂഗിളിന്റെ ശ്രമം വേറിട്ട് നിൽക്കുന്നു. നമ്പർ 6. ഫൈൻ വൈൻ അവാർഡ്. ഗാലക്സി S23 Ultra ഫോണുകൾ വളരെ വേഗത്തിൽ മാറുന്നു. പലപ്പോഴും അത്യാധുനികമെന്ന് കരുതപ്പെടുന്ന ഒരു മോഡൽ അടുത്ത വർഷം കാലഹരണപ്പെട്ടതായി കാണപ്പെടും. എന്നാൽ മറ്റു ചില ഫോണുകൾ നല്ല വീഞ്ഞ് പോലെ സമയത്തിന്റെ പരീക്ഷണത്തെ അതിജീവിക്കുന്നു. അപ്പോൾ 2024-ൽ ഏറ്റവും കൂടുതൽ പഴക്കം ചെന്ന 2023 ഫോൺ ഏതാണ്?
ഇവിടെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഗാലക്സി S23 അൾട്ര ആണ്. തുടർച്ചയായ സോഫ്റ്റ്വെയർ പിന്തുണയും അപ്ഡേറ്റുകളും ഈ മുൻനിര അനുഭവം പുതുമയുള്ളതും പ്രസക്തവുമായി നിലനിർത്തുന്നു. മാത്രമല്ല അവിശ്വസനീയമായ ഡ്യുവൽ സൂം ക്യാമറയിൽ ക്യാമറ നിലവാരം പ്രശംസനീയമായി തുടരുന്നു. നമ്പർ 7 ഗെയിമിംഗ് ഫോൺ ROG Phone 8 Pro. ഗെയിമിംഗ് ഫോൺ അവാർഡ് പ്രകടനത്തിലെ തർക്കമില്ലാത്ത ചാമ്പ്യനായ ROG Phone 8 Proയ്ക്കാണ്. ശക്തമായ പ്രോസസർ, അത്യാധുനിക കൂളിംഗ് സിസ്റ്റം, ഗെയിമർ കേന്ദ്രീകൃത സവിശേഷതകൾ എന്നിവ ഉപയോഗിച്ച് ഈ ഫോൺ സമാനതകളില്ലാത്ത മൊബൈൽ ഗെയിമിംഗ് അനുഭവം നൽകുന്നു. ദൈർഘ്യമേറിയ ഗെയിമിംഗ് സെഷനായി ഇത് മികച്ച രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നു. ഇത് മറ്റുള്ളവയേക്കാൾ കുറവാണ്. കൂടാതെ സമർപ്പിത ഗെയിമിംഗ് നിയന്ത്രണങ്ങളും ആക്സസറികളും ഇതിനെ വിപണിയിലെ ഒരു അദ്വിതീയ ഉപകരണമാക്കി മാറ്റുന്നു. കൂടാതെ ഫോണിന്റെ പുതിയ പതിപ്പ് വളരെ വേഗമേറിയ ചിപ്സെറ്റ് കൊണ്ടുവരുന്നുവെന്നും ഓർമ്മിക്കുക. നമ്പർ 8 വാല്യൂ ഫോർ മണി ഫോൺ ഗാലക്സി S24 FE. ഒരു മികച്ച ഫോണിനായി നിങ്ങൾ എല്ലായ്പ്പോഴും ബാങ്ക് തകർക്കേണ്ടതില്ല. പണത്തിന് വേണ്ടിയുള്ള ഫോൺ അവാർഡ് നിങ്ങളുടെ പണത്തിന് ഏറ്റവും മികച്ച ബാങ്ക് വാഗ്ദാനം ചെയ്യുന്ന ഉപകരണത്തെ അംഗീകരിക്കുന്നു. വിജയി മറ്റൊരു അത്ഭുതം ഗാലക്സി S24 FE. കഴിഞ്ഞ 2 വർഷമായി ഈ അവാർഡിനായി ഞങ്ങൾ പിക്സൽ ഫോണുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാൽ സാംസങ് അതിന്റെ ഗെയിം വർദ്ധിപ്പിച്ചിരിക്കുമ്പോൾ തന്നെ പിക്സലിന്റെ A സീരീസ് കൂടുതൽ ചെലവേറിയതായി മാറിയിരിക്കുന്നു. ഗാലക്സി S24 FE-ന് മുൻനിര ഗ്രേഡ് ചിപ്പും ട്രിപ്പിൾ ക്യാമറയും ന്യായമായ $600 വിലയിലുണ്ട്. ഏകദേശം 51,060 രൂപ ഇന്ത്യൻ രൂപ. ഇത് കൂടുതൽ ശക്തമായ ഫോണും മിക്ക ആളുകൾക്കും പിക്സൽ 8-നേക്കാൾ മികച്ച ഡീലുമായി മാറുന്നു. ഇതിന് വലിയ കൂടുതൽ ആഴത്തിലുള്ള ഡിസ്പ്ലേയും ദൈർഘ്യമേറിയ ബാറ്ററി ലൈഫുമുണ്ട്. ഇതെല്ലാം ബജറ്റ് അവബോധമുള്ള ഉപഭോക്താക്കൾക്ക് ഒരു മികച്ച തിരഞ്ഞെടുപ്പായി മാറുന്നു. നമ്പർ 9 കോംപാക്ട് ഫോൺ iPhone 16 Pro. തങ്ങളുടെ കയ്യിൽ സൗകര്യപ്രദമായ ഒരു ഫോൺ തിരഞ്ഞെടുക്കുന്നവർക്ക് കോംപാക്ട് ഫോൺ അവാർഡ് iPhone 16 Proയ്ക്ക് ലഭിക്കുന്നു. പിക്സൽ 9 Pro വളരെ ശക്തമായ മറ്റൊരു എതിരാളിയായതിനാൽ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു. കൂടാതെ 2 ഫോണുകളും സമാനമായ വളരെ വലുതല്ലാത്ത 6.3 ഇഞ്ച് വലുപ്പത്തിലാണ് വരുന്നത്. എന്നിരുന്നാലും ഐഫോൺ കൂടുതൽ പരിഷ്കൃതവും വേഗതയേറിയ ചിപ്സെറ്റും ഉള്ളതാണ്. പ്രകടനമോ ശൈലിയോ ത്യജിക്കാതെ ഒരു കൈകൊണ്ട് ഉപയോഗിക്കുന്നതിന് വലുപ്പം ഇപ്പോഴും മികച്ചതാണ്. ഖേദകരമെന്നു പറയട്ടെ, ഇവ രണ്ടും കൂടാതെ കുറച്ച് കോമ്പാക്ട് ഫോണുകൾ മാത്രമേ വിപണിയിലുള്ളൂ. അടുത്ത വർഷം ഈ വലുപ്പത്തിൽ കൂടുതൽ ഓപ്ഷനുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്പർ 10 ഫ്ലിപ്പ് ഫോൺ മോട്ടോറോള റേസർ പ്ലസ് 2024. മടക്കാവുന്ന ഫോൺ വിപ്ലവം പലരും പ്രതീക്ഷിച്ചതിലും മന്ദഗതിയിലായിരിക്കാം. എന്നാൽ ഈ സ്ഥലത്ത് മെച്ചപ്പെടുത്തലുകൾ 2024-ൽ തുടർന്നു. ഫ്ലിപ്പ് ഫോൺ ഓഫ് ദി ഇയർ അവാർഡ് സ്റ്റൈലിഷും നൂതനവുമായ റേസർ പ്ലസ് 2024-നാണ്. മോട്ടറോള അതിന്റെ ക്ലാംഷെൽ മടക്കാവുന്ന ഒരു വലിയ കവർ സ്ക്രീൻ, ശക്തമായ പ്രകടനം, തല തിരിയുന്ന മനോഹരമായ ഡിസൈൻ എന്നിവ ഉപയോഗിച്ച് പരിഷ്കരിച്ചിട്ടുണ്ട്. വളരെ കഴിവുള്ള സാംസങ് ഗാലക്സി Z Flip 6 ഈ വിഭാഗത്തിൽ അടുത്ത റണ്ണറപ്പായതിനാൽ ഇത് മറ്റൊരു കടുത്ത പോരാട്ടമായിരുന്നു. എന്നിരുന്നാലും ഗാലക്സി കവർ സ്ക്രീനും ഉപയോഗിക്കുന്നില്ല. കൂടാതെ റേസറിന് ആകർഷകമായ രൂപകൽപ്പനയും വേഗതയേറിയ ചാർജിംഗ് പോലുള്ള കുറച്ച് ബോണസ് സവിശേഷതകളുമുണ്ട്. അതിനാൽ ഇത് ഈ വർഷത്തെ വിജയിയായി ഉയർന്നു. നമ്പർ 11 ഫോൾഡ് ഫോൺ പിക്സൽ 9 Pro Fold. ഏറ്റവും മികച്ച ഫോൾഡബിൾ ഫോണിനുള്ള ഫോൾഡ് ഫോൺ ഓഫ് ദ ഇയർ അവാർഡ് പിക്സൽ 9 Pro Foldന് ഗൂഗിളിന്റെ രണ്ടാമത്തെ മടക്കാവുന്ന ഫോൺ ആദ്യ തലമുറയിൽ നിന്ന് ഒരു വലിയ ചുവടുവപ്പാണ്. ഡിസൈൻ പൂർണ്ണമായും രൂപാന്തരപ്പെട്ടു. ഫോണിന് മുമ്പില്ലാത്ത വിധത്തിൽ പ്രീമിയം തോന്നുന്നു. സോഫ്റ്റ്വെയർ വൃത്തിയുള്ളതും മിനുസമാർന്നതുമാണ്. കൂടാതെ ഉപകരണം എതിരാളിയായ ഗാലക്സി Z Fold 6-നേക്കാൾ വളരെ മെലിഞ്ഞതാണ്. ഗൂഗിളിന് ശരിയായി ലഭിച്ച ഒരു പ്രധാന ഘടകം പിക്സലിന്റെ വിശാലമായ പുറം സ്ക്രീനാണ്. ഫോൾഡബിൾ ഫോണുകളിൽ പോലും മിക്ക ആളുകളും ആ പുറം സ്ക്രീൻ ഉപയോഗിക്കുന്നു. മാത്രമല്ല എതിരാളിയായ ഗാലക്സിയെ അപേക്ഷിച്ച് പിക്സലിന് കൂടുതൽ പ്രവർത്തനക്ഷമമായ ബാഹ്യ ഡിസ്പ്ലേ വലുപ്പമുണ്ട്. ഇവിടെ എടുത്തുപറയേണ്ട മറ്റൊരു ഫോൾഡിംഗ് ഫോൺ ക്രേസി സ്ലിം ഹോണർ മാജിക് V3. മടക്കാവുന്ന ഫോൺ രൂപകൽപ്പനയ്ക്ക് ഈ ഫോൺ ഒരു പുതിയ മാനദണ്ഡം സജ്ജമാക്കി. 9.2 മില്ലിമീറ്ററിൽ ഇത് ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ കനം കുറഞ്ഞതും സാധാരണ മടക്കാത്തതുമായ ഫോണിൽ നിന്ന് വേർതിരിച്ചറിയാൻ അസാധ്യമാണ്. നിർഭാഗ്യവശാൽ ഈ ഫോൺ US-ൽ ലഭ്യമല്ല. നമ്പർ 12 ബെസ്റ്റ് ഫോൺ ഓവറോൾ iPhone 16 Pro Max. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷം, ഈ വർഷത്തെ ഏറ്റവും മികച്ച മൊത്തത്തിലുള്ള ഫോൺ അവാർഡ് ലഭിക്കുന്നത് iPhone 16 Pro Max. ആദ്യം നമുക്ക് ഒരു കാര്യം ഒഴിവാക്കാം, iPhone 16 Pro Max വിപ്ലവകരമല്ല. അത്രയും വ്യക്തമാണ്.
എന്നിരുന്നാലും അത് അവിശ്വസനീയമാംവിധം ഉറച്ച അടിത്തറയിലാണ് നിർമ്മിക്കുന്നത്. ഇത് ബാറ്ററി ലൈഫിൽ ചെറുതും എന്നാൽ സ്വാഗതാർഹവുമായ മെച്ചപ്പെടുത്തലുകൾ ചേർക്കുന്നു. ഇതിന് വ്യവസായത്തിലെ ഏറ്റവും വേഗതയേറിയ പ്രോസസർ, അല്പം വലിയ ഡിസ്പ്ലേ, ഒരു പുതിയ ക്യാമറ കൺട്രോൾ ബട്ടൺ എന്നിവ ലഭിക്കുന്നു. ഇവയൊന്നും സ്വന്തമായി ഒരു ഗെയിം ചേഞ്ചറല്ല, പക്ഷേ അവ കൂട്ടിച്ചേർക്കുന്നു. ഐഫോൺ ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ ഫോണായി തുടരുന്നു. കാരണം iOS-ഉം മുഴുവൻ ആപ്പിളിന്റെ ഇക്കോസിസ്റ്റവും അതിനെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുന്നു. തീർച്ചയായും ഇത് ഒന്നാം സ്ഥാനത്തിനായുള്ള ചൂടേറിയ പോരാട്ടമാണ്. ഇവിടെ ഏറ്റവും അടുത്ത എതിരാളി ഗാലക്സി S20 Ultra ആണ്. ആൻഡ്രോയിഡ്, One UI, S Pen, ആകർഷകമായ ഡ്യുവൽ സൂം ക്യാമറ എന്നിവയോടൊപ്പം സാംസങ്ങിന്റെ മുൻനിരയ്ക്ക് ആകർഷകത്വമുണ്ട്. അതെല്ലാം ഇഷ്ടപ്പെടുന്നവർ ഇതാണ് മികച്ച ഫോൺ എന്ന് വാദിക്കും. അത് ശരിയായ വാദങ്ങളായിരിക്കും. എന്നിരുന്നാലും ആപ്പിളിന്റെ ആവാസവ്യവസ്ഥയുടെ വീതിയും iOS-ന്റെ അധിക തലത്തിലുള്ള പോളിഷുമാണ് നമുക്ക് സ്കെയിലുകൾ നൽകുന്നത്. നമ്പർ 13 ബെസ്റ്റ് ഓഫ് ദി ഇയർ സോണി Xperia 1 Mark 6. ചില നിരാശകൾ സമ്മതിക്കാതെ ഇതൊരു അവാർഡ് ഷോ ആകില്ല. ബെസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് സോണിയും അതിന്റെ Xperia 1 Mark 6-നും ഒരു പുതിയ വിശാലമായ ഫോം ഫാക്ടറിലേക്ക് മാറുന്നതിലൂടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതിന്റെ ഡിസൈൻ തിരഞ്ഞെടുപ്പുകളിൽ തെറ്റുണ്ടെന്ന് സോണി മൗനം സമ്മതിച്ചു. വിചിത്രമായ ഇടുങ്ങിയ രൂപകൽപ്പനയുള്ള ഫോണുകൾ പുറത്തിറക്കി. ശരാശരി ഉപയോക്താക്കൾ മോശമായി സ്വീകരിക്കുകയും വളരെ സങ്കീർണമാണെന്ന് തെളിയിക്കുകയും ചെയ്ത അതിന്റെ പ്രധാന ക്യാമറ ആപ്ലിക്കേഷനുകൾ മെച്ചപ്പെടുത്തുന്നതിലും ഇത് പ്രവർത്തിച്ചു. എന്നാൽ അവയെല്ലാം ചെറിയ ഘട്ടങ്ങളായിരുന്നു. ഏറ്റവും മോശമായത്, സോണി അമേരിക്കയിൽ Xperia 1 Mark 6 പോലും പുറത്തിറക്കിയില്ല. സ്മാർട്ട്ഫോൺ വിപണിയിൽ നിന്ന് സോണി അപ്രത്യക്ഷമാകുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ വലിയ മാറ്റങ്ങൾ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സാധാരണ ഉപഭോക്താവിന് കൂടുതൽ കരുതലോടെയുള്ള സോണി ഫോൺ. കൈയും കാലും വിലയില്ലാത്ത ഒന്ന് അത്ഭുതപ്പെടുത്തും. കമ്പനിക്ക് ഇപ്പോഴും നീരാവി അവശേഷിക്കുന്നുണ്ടെന്നും ഭാവിയിൽ മൊബൈൽ ഇടത്തിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമാകില്ലെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.